ആദരവ് നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, കേരളത്തിലെ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയോടൊപ്പം വേദി പങ്കിടുന്നത് സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഫാത്തിമ നവാസ്, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസാർ അബൂബക്കർ എന്നിവരാണ്. പത്രസമ്മേളനത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ മീഡിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനങ്ങളെയെല്ലാം വർഗീയവൽക്കരിക്കാനുള്ള നീക്കം CPM നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ മതം നോക്കി അതിൻ്റെ മതം വിലയിരുത്തുക, മതം നോക്കി നിലപാട് സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇത്തരം പ്രവണതകൾ കേരളീയ സമൂഹത്തിലെ മതനിരപേക്ഷ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാനുള്ള നീക്കമാണ്. CPM കുറേ കാലമായി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ BJP പരീക്ഷിച്ച രീതിയാണ്. ഇന്ത്യയിലുടനീളം പൗരത്വ പ്രക്ഷോഭം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, വേഷം കണ്ടാൽ അറിയാം ആളുകളുടെ മതം അല്ലെങ്കിൽ അവരുടെ സമരക്കാരാരാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന നിർണായകമായ വംശീയ പൗരത്വം നടപ്പിലാക്കാനുള്ള ഒരു നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുമ്പോൾ അതിനെപ്പോലും വംശീയവൽക്കരിക്കാനും ഉള്ള നീക്കം നടത്തിയതാണ് പ്രധാനമന്ത്രി നമുക്ക് കാണാം. അതിന് ചുവട് പിടിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറേ കാലമായി CPM ഈ രീതിയാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തവരെക്കുറിച്ച് ഇതേ രീതിയിലാണ് കേരളത്തിലെ CPMൻ്റെ സെക്രട്ടറി പ്രതികരിച്ചത്. വർഗീയ വോട്ടർമാർ വോട്ട് ചെയ്തുകൊണ്ടാണ് വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇന്ത്യയിൽ മുസ്ലിം പ്രതിനിധാനത്തെ സമ്പൂർണ്ണമായി അദൃശ്യവൽക്കരിക്കാനുള്ള നീക്കം BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വർഗീയവൽക്കരിക്കുക, അതുവഴി ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുക എന്നതാണ് BJPയുടെ തന്ത്രം. ആ തന്ത്രമാണ് ഇപ്പോൾ കേരളത്തിൽ CPM കുറേ കാലമായി പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുള്ള പ്രചരണങ്ങളിൽ നമ്മളത് കണ്ടതാണ്. പിന്നീട് AK ബാലൻ പാലക്കാട് വെച്ച് നടത്തിയ പ്രസ്താവനയിൽ നമുക്കത് കാണാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് കൈക്കലാക്കാൻ കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM മുന്നോട്ട് പോവുകയാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമൊക്കെ മുമ്പിൽ വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വലിയ അപകടകരമായ ഒരു അന്തരീക്ഷം, വർഗീയമായ വിഭജിക്കുന്ന അന്തരീക്ഷം CPM സൃഷ്ടിക്കുകയാണ്. ഇതിനെ കരുതലോടെ കാണാൻ നമുക്ക് സാധിക്കണം. ഈ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമത്തിൻ്റെ ഫലം കൊയ്യുക BJP ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ അതുകൊണ്ട് തന്നെ അത്തരം ഒരുപാട് ചർച്ചകൾ വരികയാണ്. TP സെൻകുമാർ നടത്തിയ
പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുണ്ടാക്കണം, BJP മത്സരിക്കാതെ മറ്റു ചിലർക്കെതിരെ വോട്ട് ചെയ്യണമെന്നൊക്കെയുള്ള ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നു. ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വർഗീയമായി വിഭജിച്ചെടുക്കാനുള്ള നീക്കം പലരും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വളരെ കരുതലോടെ വേണം നമ്മൾ കാണാൻ. കേവലമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും ഏതെങ്കിലും വോട്ട് നേടാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷത്തെ നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടമായിരിക്കും കേരളത്തിലുണ്ടാകുക. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ അധികാരത്തിലെത്തിയത് അങ്ങനെയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനെ പ്രതിരോധിക്കാൻ വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ലൈൻ CPM സ്വീകരിച്ചിരുന്നു. ചെറിയ അളവിൽ നമുക്കത് കാണാം. ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന അന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയത് നമുക്കറിയാം. ഇങ്ങനെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ കഴിയും വിധം വളം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് CPM നേതാക്കൾ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ പലപ്പോഴും അങ്ങനെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. AK ബാലൻ CPMൻ്റെ സമുന്നത നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെയാണ്: മാറാടുകൾ ആവർത്തിക്കപ്പെടും. ഇങ്ങനെയുള്ള രീതിയിലേക്ക് കേരളത്തിലെ ചർച്ചകൾ എന്തിനാണ് മാറ്റിയെടുക്കാൻ CPM ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇത് തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് തിരുത്താൻ CPM സന്നദ്ധമാകണം. ഇപ്പോൾ ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത്തരം വർത്തമാനങ്ങളൊക്കെ ഇത് CPMൻ്റെ രീതിയാണ്. കുറച്ച് പറയുക, പറഞ്ഞ ശേഷം അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുക, അതിനനുസരിച്ച് ചാനൽ ചർച്ചകൾ ഉണ്ടാകും. അതിൽ സഖാക്കളൊക്കെ വന്നിട്ട് ഇതിനെ ഉപജീവിച്ച് കുറേയധികം ബൈറ്റുകളും അതേപോലെ തന്നെ കട്ടിങ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രചരിപ്പിക്കുക. ശേഷം അതിനൊരു ഖേദപ്രകടനം നടത്തുക. നേടേണ്ടതെല്ലാം നേടിയ ശേഷം ഒരു ഖേദപ്രകടനം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഈ അപകടകരമായ പ്രസ്താവന നടത്തിയ മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവരെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരായ അതിശക്തമായ നീക്കം കേരളീയ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സജി ചെറിയാൻ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇത്തരം പ്രവണതകൾക്കെതിരെ അതിശക്തമായ താക്കീതായിരിക്കും അത് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം. സജി ചെറിയാൻ തിരുത്തിയിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ദിവസമായി അതിനെ ഉപജീവിച്ച് എല്ലാ ചർച്ചകളും നടക്കുകയാണ്. ഇത് കുറേ കാലമായി നടക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു അഭിമുഖത്തിൽ ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനത്തെക്കുറിച്ച് നമുക്കറിയാം. മലപ്പുറത്തെക്കുറിച്ചുള്ള വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു നരേഷൻ സൃഷ്ടിക്കുന്ന ഒരു അഭിമുഖമുണ്ടായി. 2 ദിവസം അതിന് ചർച്ച നടന്നു. അവസാനം അത് PR ഏജൻസിയോ മറ്റോ നടത്തിയതാണെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന ഈ ലൈൻ ചർച്ചയാക്കിയ ശേഷം അതിൻ്റെ ഗുണഫലം ആഗ്രഹിക്കുന്ന നീക്കങ്ങളിലൂടെ നേടിയെടുത്ത ശേഷം പിന്നീട് ഖേദപ്രകടനം നടത്തിയിട്ട് എന്താണ് അതിൻ്റെ ഗുണം? ഇത് ആവർത്തിക്കുന്നത് ഇത്തരം പ്രോത്സാഹനങ്ങൾ കൊണ്ടല്ലേ? ഒരിക്കലും അത് തിരുത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ സഖാവ് ബാലൻ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നമുക്ക് കാണാം. നേരത്തെ തന്നെ മറ്റു ചില സമുദായ നേതാക്കന്മാർ ആ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു. ജനുവരി 6-ന് സഖാവ് AK ബാലൻ അങ്ങനെ പ്രസ്താവന നടത്തുന്നു. പിന്നീട് അത് തിരുത്തുന്നില്ല, അത് രീതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണ് CPM തീരുമാനിക്കുന്നത്. BJP ലൈനിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ആ ലൈനിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ഖേദപ്രകടനമല്ല അതിന് വേണ്ടത്, ശക്തമായ നടപടിയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഈ വെൽഫെയർ പാർട്ടി BJPയുമായിട്ടുള്ള ധാരണയിൽ വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം വിമർശനവുമായിട്ട് വരുന്നത്. പക്ഷേ കൺഫ്യൂഷനുള്ള ഒരു കാര്യം,
ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനാണല്ലോ എന്തായാലും വെൽഫെയർ പാർട്ടി. ജമാഅത്ത് ഇസ്ലാമി ഈ ഇസ്ലാമിക രാഷ്ട്രവാദം അതിപ്പോഴും ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കമാണ് ഈ ഇത് നടക്കുന്നത്. എന്താണ് വെൽഫെയർ പാർട്ടി കരുതുന്നത്? ഈ ഇസ്ലാമിക രാഷ്ട്രവാദം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണോ വെൽഫെയർ പാർട്ടിയിലോ ജമാഅത്ത് ഇസ്ലാമിയിലോ? അല്ല, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, UDF-ഉം വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ചർച്ചകളും നീക്കുപോക്കുകളുമാണ് നിങ്ങൾ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം. ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമാവുകയാണ്. ആദ്യമായി ഞങ്ങൾ വ്യാപകമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. ഒന്നാമത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നീക്കുപോക്കുകളും ധാരണകളും ഉണ്ടാക്കിയത് UDF-ഉമായിട്ടല്ല, LDF-ഉമായിട്ടാണ്. CPM തന്നെയാണെന്ന് അത് നേതൃത്വം കൊടുത്തത് സഖാവ് കോടിയേരിയായിരുന്നു അന്ന് ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് രാഷ്ട്രീയ നീക്കുപോക്ക് ഇടതുപക്ഷവുമായിട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ഉമായി ധാരണയിൽ മത്സരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. UDF-നും അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ചർച്ചകളും നീക്കുപോക്കുകളുമൊക്കെ BJP ഒഴികെ, സംഘപരിവാർ മുന്നണി ഒഴികെ ആരുമായും നടത്താമെന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം മതരാഷ്ട്രവാദം, അതൊന്നും ഇവിടെ പ്രസക്തമായ കാര്യമേ അല്ല. മതസംഘടനകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരം ചർച്ചകൾ അവർ നടത്തുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡെമോക്രസിയെ തന്നെ തകർത്തുകൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ തന്നെ ഇല്ലാതാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്ന കാലത്ത് ഭരണഘടനയെ തിരിച്ചുപിടിച്ച് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള നീക്കം നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനകൾക്ക് ഉണ്ടാവും, അതവരിങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചർച്ചയിൽ ഇത്തരം ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഇസ്ലാമിക രാഷ്ട്രവാദം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഏതോ മതവുമായിക്കോട്ടെ എന്നുള്ള ഒരു ആശയത്തെ എങ്ങനെയാണ് വെൽഫെയർ പാർട്ടി കാണുന്നതെന്നാണ്? വെൽഫെയർ പാർട്ടി കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. ഭരണഘടനാ സ്വഭാവത്തിലുള്ള നയനിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റിപ്പബ്ലിക് തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വിഷയം. അത് അപകടം നേരിടുമ്പോൾ അതിനെ തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് നടത്തേണ്ടത്. മറ്റ് ചർച്ചകളെല്ലാം അപ്രസക്തമാണ്. അതൊക്കെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഉദ്ദേശം പോലും അപകടകരമായ ഉദ്ദേശമാണ്. ആ ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെ എതിർക്കുമ്പോൾ അത് മൊത്തം മുസ്ലിംകൾക്കെതിരെയാണെന്ന് അത് മുസ്ലിം വിരുദ്ധാണെന്ന് കാണിക്കുന്ന അത് ഒരു ഇസ്ലാം ഫോബിയുടെ ഭാഗത്തുനിന്നുണ്ട്. അല്ല, അങ്ങനെയാണോ സജി ചെറിയാൻ്റെ പ്രസ്താവനകൾ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ ഖേദം പ്രകടിപ്പിക്കുന്നത്? അതായത് ഒരു മിനിറ്റ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നത്? രാഷ്ട്രീയമായി 2 മുസ്ലിം ലീഗും CPM 2 ഭിന്നചേരിയിലാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ? വളച്ചൊടിച്ചതിന് അങ്ങനെ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? ഖേദം പ്രകടിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്ത്. അല്ല, ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡും മലപ്പുറത്തെയും പറഞ്ഞു. കാസർഗോഡ് വിശദീകരണ സമയത്ത് കാസർഗോഡ് ഹിന്ദു മേഖലയിലെ വോട്ടിനെ കുറിച്ച് മലപ്പുറത്ത് മുസ്ലിം മേഖല നിങ്ങൾ നിസ്സായിട്ടത് ഹിന്ദു മേഖലയെ തട്ടി ഫുൾ മുസ്ലിം മാത്രമാണ്. അതിന്റെ ഒരു ഇസ്ലാമിക് ഫോബിക്കിന്റെ ഒരു നിങ്ങളൊരു പുതിയ വേർഷൻ കൂടിയല്ല. അങ്ങനെയാണോ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഓരോ ജില്ലയെയും നമ്മൾ ചർച്ചയിലെടുക്കുക. ഇപ്പോൾ കേരളത്തിലെ മലപ്പുറവും കാസർഗോഡും ചർച്ചയാകുന്നു. മുസ്ലിം ജനപ്രതിനിധികൾ വിജയിച്ചു വരുന്നു എന്നാണല്ലോ പ്രശ്നം. കണ്ണൂരിൽ പിന്നെന്താ വിഷയം? പിന്നെന്താ വിഷയം? പിന്നെന്താ കാസർഗോഡ് ഹിന്ദു മേഖലകളിൽ ഹിന്ദു സ്ഥാനാർത്ഥികൾ അഥവാ BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. മലപ്പുറത്ത് മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. ഇത് രണ്ടിടത്തും അതേടത്തും പറയുന്ന കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള പാർട്ടികൾ പരാജയപ്പെടുന്നു. ഇതിനകത്ത് ഈ 2 പേരും മതം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അതിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ഉപയോഗിച്ച വാക്ക് ശരിയായില്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും. അല്ല, അതിന് ഒരു വിശദീകരണം നിങ്ങൾ കണ്ടിരിക്കും. DCC പ്രസിഡന്റ്, മലപ്പുറം DCC പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ കണ്ടില്ലേ? എന്തായാലും പറഞ്ഞത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൻ്റെ എണ്ണം പറഞ്ഞു. അതിൽ മുസ്ലിങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾ അല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു. ഇത് അങ്ങനെയുള്ള ഒരു ചർച്ചയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെയാണ്.
അതിനെ എന്തിനാണ് ഒരു മതപരമായ ഒരു ഐഡന്റിറ്റി ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത്? ഇത് BJP ഇന്ത്യയിൽ സ്വീകരിക്കുന്ന നിലപാടല്ലേ? മുസ്ലിം ഐഡന്റിറ്റിയെയും മുസ്ലിം പ്രതിനിധാനത്തെയും അദൃശ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആരാണ് രാഷ്ട്രീയ ലൈനായി സ്വീകരിക്കുന്നത്? മുസ്ലിങ്ങൾ ജയിച്ചു വരരുത് എന്നാണ് BJPയുടെ അഭിപ്രായം. ഒരു പാർട്ടിയിൽ നിന്നും ജയിക്കരുതെന്നാണ്. BJPയിൽ പോലും അവർ മുസ്ലിങ്ങളെ ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിയായി നിർത്താറില്ല. ആ ലൈൻ അല്ലേ ഇവർ പറയുന്നത്? അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉണ്ട്. പിന്നെ എന്തിനാണ് അവർ മുസ്ലിങ്ങൾ ഇങ്ങനെ ജയിച്ചു എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗ് ജയിച്ചാൽ അത് വർഗീയമാണെന്നാണ്. ആണോ? പിന്നെന്താ? അല്ല, അതെ, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ ജയിച്ചതിനെ കുറിച്ചല്ലേ പറയുന്നത്? ഈ ഒരു കേരളത്തിലെ മതം പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നത്. അതേപോലെ കൃത്യമായി ഇതാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ പറയാണ്, അതായത് മന്ത്രി പറഞ്ഞത് മുസ്ലിം ലീഗ് കേരളത്തിലെ UDF എന്ന് പേരുള്ള മതനിരപേക്ഷ മുന്നണിയുടെ ഭാഗമാണ്. മുസ്ലിം ലീഗിനെ വർഗീയവൽക്കരിച്ചുകൊണ്ടും അതിലെ മുസ്ലിം കാൻഡിഡേറ്റുകൾ വിജയിക്കുന്നതിനെ പ്രശ്നവൽക്കരിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് ജയിച്ചു, മുസ്ലിം ലീഗ് ജയിച്ചു, CPM ജയിച്ചു എന്ന് പറയുന്നതിന് പകരം എന്തിനാണ്? ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ ചർച്ച നടത്തി നോക്കുക. നമുക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അതേസമയം ആ കാസർഗോഡ് പറഞ്ഞ അതേ ലൈൻ വെച്ചുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ചുള്ള ചർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ കോട്ടയവും പത്തനംതിട്ടയൊക്കെ വിലയിരുത്തി നോക്കൂ. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? പറയൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യൻ അതേ നിലപാട് വെച്ചുകൊണ്ട് ഇതിനെയും പറഞ്ഞുകൂടെ മന്ത്രിക്ക്? ക്രിസ്ത്യൻ പേരുള്ളവരാണ് ഇവിടങ്ങളിൽ വിജയിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ക്രിസ്ത്യൻ പേരുള്ള ആളുകൾ ക്രിസ്ത്യൻ മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്നു പുറത്ത് വന്നാൽ അവർ പറയും. പക്ഷെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതും BJP സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതും പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയാണ് പ്രസ്താവന. അങ്ങനെയല്ല പ്രസ്താവന നടത്തിയപ്പോൾ മതി. ഇപ്പൊ എന്തോ ഇന്ന് തിരുത്തൽ എന്തുകൊണ്ടെന്ന് അറിയില്ല. ഞങ്ങളത് കേട്ടപ്പോൾ മനസ്സിലാക്കിയത് അത് ഒരു മുസ്ലിം പ്രതിനിധാനം വർദ്ധിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. ഇതൊരു വിഷയമല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് UDFന്റെ ലീഡർ രമേശ് ചെന്നിത്തലയല്ലേ? രമേശ് ചെന്നിത്തല എന്ന വാക്കിന് പകരം ഹസൻ എന്ന് പ്രയോഗിക്കുന്ന ആ തന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെയല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ നിങ്ങൾ നമുക്ക് തമ്മിൽ മനസ്സിലാവില്ലത്. വെൽഫെയർ പാർട്ടി UDFും ചർച്ച നടത്തിയിട്ടുണ്ട്, LDFും വെൽഫെയർ പാർട്ടിയും ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് മുന്നണിയുമായും ധാരണയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനെയൊക്കെ പ്രശ്നവൽക്കരിക്കുന്നത് എന്ത് ലക്ഷ്യത്തിലാണ്? ഇപ്പോൾ CPMന്റെ നേതാക്കളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തിനാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയാൻ മടി കാണിക്കുന്നത്? ഞങ്ങൾ ചർച്ചയൊക്കെ നടത്താറുണ്ട് ഇപ്പോഴും. ആ ചർച്ചക്കിടയിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഗുണം കിട്ടുക വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം കിട്ടില്ല, നിങ്ങളെ വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഗുണം കിട്ടുക വെൽഫെയർ പാർട്ടി എന്ന് പറയാതിരുന്നാലാണ്. ആ ഒരു സോഷ്യൽ ഫാബ്രിക് സൃഷ്ടിക്കാനുള്ള നീക്കമാണ് CPM ബോധപൂർവം നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇത് വളർന്നാൽ എവിടെയാണ് ഇത് എത്തുക? നിങ്ങൾ സെൻകുമാർ എന്താ പ്രസ്താവിച്ചത്? BJPയുടെ വലിയ നേതാവല്ലേ? എല്ലായിടത്തും മത്സരിക്കരുത്, നമുക്ക് വേറെ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കണം. ഇത് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതെന്തിനു വേണ്ടിയാണ്? ഇതാണല്ലോ പ്രശ്നം. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കൂ. CPMന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളും ഭരണ നേട്ടങ്ങളും 10 വർഷത്തോ ഒക്കെ പറയാം. എന്താണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രഭാഷണങ്ങളിലും ഉയർന്നു വന്നത്? ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ പാകിസ്ഥാൻ എന്ന പദം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രയോഗിക്കുന്നത് ആരാണ്? എന്തിനാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്? പുൽവാമ ആക്രമണത്തെ BJP ഉത്തരേന്ത്യയിൽ പ്രയോഗിക്കാറുണ്ട്. അതിവിടെ വരെ കൊണ്ടുവരുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണത്? തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അപകടകരമായ ഈ ലൈൻ സ്വീകരിച്ചാൽ ഈ നാട്ടിലെ മതനിരപേക്ഷ സാമൂഹ്യ സംവിധാനം തകരും. അതിന് CPM നേതൃത്വം കൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എന്തുകൊണ്ടാണ് ഒരു മുന്നണി പ്രവേശം, ഒരു മുന്നണി കേരളത്തിലെ മുന്നണി സംവിധാനമാണല്ലോ 3 മുന്നണികൾ,
എന്തുകൊണ്ടാണ് നിങ്ങൾ UDF-ന്റെ ഭാഗമായിട്ടോ അങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമാകാൻ? ഞങ്ങളുടെ പാർട്ടി നിങ്ങൾക്കറിയാം ഒരു സവിശേഷമായ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉന്നയിക്കുന്ന പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഭൂമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ ഉന്നയിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഊന്നി പറയുന്ന സാമൂഹ്യനീതിയുടെ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആശയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ സംവരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാണ്. അപ്പോൾ ഞങ്ങളുടേതായ ഒരു രാഷ്ട്രീയ ആശയത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ മുന്നണിയുടെ ഭാഗമല്ല. അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങളും CPM-ഉം തമ്മിലുള്ള തല്ലുപടിയൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് അറിയാമല്ലേ, 2019 അഖിലേന്ത്യാ സ്വഭാവത്തിൽ പിന്നെ BJP-ക്കെതിരെയുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിൽ വെൽഫെയർ പാർട്ടി UDF-ന്റെ കൂടെ നിന്നു. അതുവരെ ഞങ്ങളും CPM-ഉം തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു അഖിലേന്ത്യാ നിലപാടിൻ്റെ ഭാഗമായിരുന്നു. 2024 പൊതുതിരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്ത് CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങളും ഞങ്ങളുടേതായ സാധ്യതക്കനുസരിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഭാഗമാണ്. വാളയാറിപ്പുറത്ത് അതിന് ചില സാധ്യതകൾക്ക് പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇവിടെ പ്രയോഗവൽക്കരിക്കപ്പെട്ടില്ല. ഇവിടെ UDF-ഉം LDF-ഉം നേരെയുള്ള മത്സരമാണ്. ആ ഘട്ടത്തിൽ ഞങ്ങൾ UDF-ന്റെ കൂടെ നിന്നു. അതുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ഇവർ നടത്തുന്നത്. ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടില്ല. അത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് തടസ്സമല്ല. മതനിരപേക്ഷ മുന്നണികളുമായുള്ള ചർച്ചകളും നീക്കുപോക്കുകളൊക്കെ നമ്മൾ എപ്പോഴും നടത്തിയിട്ടുണ്ട്. അതൊരു അപകടകരമായ കാര്യമാണെന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മുന്നണിയിലേക്ക് പ്രവേശനത്തിന് കത്തൊന്നും കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു പാർട്ടിയല്ല. ബാർഗൈനിങ് പവർ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയത്തിൽ അവരുടേതായ നമ്മുടേതായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള സംഘാടനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തൊരു ബാർഗൈനിങ് പവർ എന്നത് ഇതൊരു കച്ചവടമൊന്നുമല്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതിൻ്റേതായ രാഷ്ട്രീയ ആശയങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. UDF-ഉമായി ധാരണയും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മുടേതായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള ഭരണ സംവിധാനങ്ങളെയും മറ്റുമൊക്കെ നമ്മൾ ഉണ്ടാക്കി മുന്നോട്ട് കേരളത്തിന്റെ പുറത്ത് പാർട്ടി മുന്നണി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന പലയിടങ്ങളിലും നമ്മൾ ധാരണയിലാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിന് പുറത്തുള്ള 4 MP-മാരില്ലേ, 3 ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടാണ്. അതെ, മുർഷിദാബാദിൽ നമ്മൾ അവിടെ അഡ്വക്കേറ്റ് സലീം, മുർഷിദാബാദിലെ നമ്മളെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന മുഹമ്മദ് സലീം അറിയാം. അദ്ദേഹത്തിന് വെൽഫെയർ പാർട്ടി പിന്തുണ ഞങ്ങളുടെ മത്സരത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം വിജയിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മളെ കാൻഡിഡേറ്റിനെ പിൻവലിച്ച് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ, ഇവിടങ്ങളിലൊക്കെ CPM-ന്റെ MP-മാർ ജയിച്ച ഇടങ്ങളിലൊക്കെ, ഇടതുപക്ഷത്തിൻ്റെ MP-മാർ ജയിച്ച ഇടങ്ങളിലൊക്കെ വെൽഫെയർ പാർട്ടിയുമായി ധാരണയിലായിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസുകളിൽ അവർ വന്നിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളും CPM-ഉം സഹകരിച്ച് ഒരുപാട് സമരങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ തന്നെ അത്തരം ചില സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആന്ധ്രയിലുണ്ട്. ആന്ധ്രയിൽ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിൽ നമ്മളും CPM-ഉം ഒരുമിച്ച് വേറെ വേദിയിലുണ്ട്. മറ്റു പല പാർട്ടികളുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ കഴിയുള്ളൂ എന്ന മിഥ്യാധാരണയിൽ CPM നടത്തുന്ന കുപ്രചരണങ്ങളാണ്. കേരളത്തിന് പുറത്ത് ഈ വിഷയമൊന്നുമില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്തവണ UDF-നോട് നിന്നോ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾക്ക് എത്ര സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് വാർഡുകളാണ് ജയിച്ചത്? ഞങ്ങൾ 75 ഇടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. 75 ഇവരുടെ കൂടെ അല്ല, അങ്ങനെയല്ല, സ്വന്തം നിലക്കും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. UDF-ഉമായുള്ള ധാരണയിലും വിജയിച്ചിട്ടുണ്ട്. BJP അല്ലാത്ത പാർട്ടികളുമായി നീക്കുപോക്കുകളൊക്കെ നടത്തി. കേരളത്തിൽ UDF-ന്റെ കൂടെ നിൽക്കുമ്പോഴാണ് എന്താണ് കൂടുതൽ മെച്ചം UDF-ന്റെ കൂടെ നിൽക്കുമ്പോൾ? അങ്ങനെയൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പല ധാരണകളും രൂപപ്പെടുത്തിയിട്ടുണ്ട് BJP അല്ലാത്ത ആളുകളുമായിട്ട്. അതായത് പിന്നെ രാഷ്ട്രീയ പാർട്ടി തന്നെ വളരുകയാണല്ലോ. നമ്മൾ
ആദ്യം ഞങ്ങൾക്ക് 42 സീറ്റുകളുണ്ടായിരുന്നു, പിന്നെ 65 വികസിച്ചു, ഇപ്പോൾ 74. ഈ തെരഞ്ഞെടുപ്പിലെ ചെറിയ വോട്ടിനൊക്കെ പരാജയപ്പെട്ട 67ഓളം സീറ്റുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് പല രൂപത്തിൽ ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയം വളത്തിൻ്റെ പിൻബലം അതിനുണ്ട്. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പിൻബലമുണ്ട്. ഞങ്ങൾ വിജയിച്ച വാർഡുകളിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പിൻബലമുണ്ട്. UDFിൻ്റെ പിന്തുണയുടെ പിൻബലമുണ്ട്. UDF ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്കും കൂടെ ഉണ്ടായിട്ടുണ്ട്, UDFിനും കൂടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ ഇലക്ഷനുകളാണ് ഞങ്ങൾക്ക് കഴിഞ്ഞു പോയത്. അതിൽ 2ലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനിയും 3-4 മാസങ്ങളുണ്ടല്ലോ. ചർച്ചകളൊക്കെ നടന്ന് അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളും ധാരണകളൊക്കെ രൂപപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലാണുള്ളത്. SIRഉം വോട്ട് ചേർക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നു. ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അന്തിമമായ തീരുമാനം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ സജീവമാണ്. ചർച്ചകളൊന്നും അടഞ്ഞ അധ്യായമല്ല. അത്തരം ചർച്ചകളൊക്കെ എവിടെയും എപ്പോഴും ഉണ്ടായി വരുന്നതിനെ ഞങ്ങൾ വളരെ ആ സ്വഭാവത്തിലാണ് കാണുന്നത്. അതേസമയം ഞങ്ങളൊരു മുന്നണിയുടെ ഭാഗമോ ഘടകകക്ഷിയല്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന ലൈനിൽ തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്.